നമ്മൾ ഡിസംബർ 2017 ക്രാഫ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 1 and 2 പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് പാർട്ട് എയിൽ മൊഡ്യൂൾ 1 and 2 ക്വസ്റ്റ്യൻസ് കാണുന്നത് ഇത് 2 പ്രോബ്ലംസ് ഉണ്ട്. നെക്സ്റ്റ് പാർട്ട് ബി, അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഐസോമോർഫിക്കിനും ഒന്ന് യൂളോഗ്രാഫിനും. മറ്റുള്ളതെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തിയറത്തിൻ്റെ പ്രൂഫാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider a graph G with 4 vertices V1, V2, V3 and V4 and the degrees of the vertices are 3, 5, 2 and 1 respectively. നമ്മളിതൊരു ഗ്രാഫ് ഉണ്ട്, 4 വെർട്ടീസുകളുണ്ട്, V1, V2, V3 and V4. 4ൻ്റെ ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്, 3, 5, 2 and 1. നമ്മുടെ ക്വസ്റ്റ്യൻ, is it possible to construct such a graph G if not Y? അപ്പോൾ ഈ ഡിഗ്രീസ് ഉള്ള ഒരു ഗ്രാഫിൽ ഈ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രികൾ വെച്ച് നമുക്കൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ 4 വെർട്ടീസ് എന്ന് പറഞ്ഞു, 4 ഡിഗ്രീസ് 3, 5, 2 and 1. അപ്പോൾ നെക്സ്റ്റ് കാണുന്നത് ഒരു പ്രൂവൺ തിയറമാണ്. ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് മസ്റ്റ് ബി ഈവൻ. അപ്പോൾ ഒരു ഗ്രാഫിലെ ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഓഡ് ഡിഗ്രിയാണ്, 5 ഓഡ് ഡിഗ്രിയാണ്, 1ഉം ഓഡ് ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ട് എടുത്താൽ 1, 2, 3. നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 3 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈവൻ. അത് 2 മാത്രമേ ഉള്ളൂ ഈവൻ ഡിഗ്രിയുള്ള വെർട്ടീസ്. അപ്പോൾ ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകൾ ഇവിടെ നമുക്ക് 3 എണ്ണം ഉണ്ട്. ബട്ട് ബൈ ദിസ് തിയറം ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് മസ്റ്റ് ബി ഈവൻ. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ വെർട്ടെക്സുകളുടെ ഡിഗ്രി നോക്കുക, ഓഡ് ഡിഗ്രിയുള്ള എത്ര വെർട്ടീസുകൾ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആയിരിക്കണം. അല്ലാന്ന് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി 3ഉം 5ഉം 1 ആണ്. അതിന് കൗണ്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈവൻ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് സച്ച് എ ഗ്രാഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, draw a disconnected simple graph G1 with 10 vertices and 4 components and also calculate the maximum number of edges possible in G1. അപ്പോൾ ഒരു ഡിസ്കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ് വരയ്ക്കണം G1. അതിൽ 10 വെർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 4 കമ്പോണൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ G1 എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് സിമ്പിൾ ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ് അതിൽ 4 കമ്പോണൻസ് പറയുന്നത്. അപ്പോൾ ഈ G1 ഉള്ളിൽ എന്തുണ്ടാവണം, നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അതിനുള്ളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ G1 10 വെർട്ടീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 കമ്പോണൻറ്റ് വരണമെങ്കിൽ നമുക്ക് മാക്സിമം എത്രയേ പറ്റുള്ളൂ, K7 വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. K7 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 7 വെർട്ടീസസ്. ഈ കാണുന്നതാണ് K7. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 7 വെർട്ടീസുകളുണ്ട്. ഓരോ വെർട്ടെക്സിൽ നിന്നും ബാക്കി എല്ലാ വെർട്ടെക്സുകളിലേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ 6 എഡ്ജസ് കാണാം. 1, 2, 3, 4, 5, 6. അപ്പോൾ ഓരോ വെർട്ടെക്സ് എടുത്താലും ബാക്കി 6 വെർട്ടെക്സിലേക്കും എഡ്ജസ് ഉണ്ട്. അതിനാണ് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 വെർട്ടീസ് എന്ന് പറഞ്ഞ ആ ഒരു കൺസ്ട്രെയിൻറ്റ് വെച്ച് അതിൽ നമുക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ K7 ആണ്. എന്തുകൊണ്ടായിരിക്കും, നമുക്ക് 4 കമ്പോണൻറ്റ് വേണം അല്ലേ. അപ്പോൾ K7നേക്കാൾ കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ കമ്പോണൻസിൽ വേണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ K7 പ്ലസ് 3 ഐസൊലേറ്റഡ് വെർട്ടീസസ് കൂടുമ്പോൾ എന്തായി, ഇതിലാകുമ്പോൾ 7 വെർട്ടീസ് ഉണ്ടാവും. പിന്നെ 3 ഐസൊലേറ്റഡ് വെർട്ടീസ് കൂടെ ആകുമ്പോൾ എന്തായി, 7 + 3 = 10. ദാറ്റ് ഈസ് 1 K7 പ്ലസ് 3 ഐസൊലേറ്റഡ് വെർട്ടീസ് ആയ നമ്മുടെ 4 കമ്പോണൻസ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയി. അതുപോലെ 10 വെർട്ടീസ് എന്ന് പറയുന്നത് K7 എന്ന കംപ്ലീറ്റ് ഗ്രാഫ് കൺസിഡർ ചെയ്താൽ അതിൽ 7 വെർട്ടീസ് ഉണ്ട്. പിന്നെ 3 ഐസൊലേറ്റഡ് വെർട്ടീസിനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 7 + 3 എന്തായി, 10 ആയി. സോ 10 വെർട്ടീസ് നമുക്ക് കിട്ടി, 4 കമ്പോണൻസും കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് നമ്മളുടെ കമ്പോണൻസ് എത്ര വേണം റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 4 കമ്പോണൻസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ K7 വരെ ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത്. K7 കഴിഞ്ഞ് നമുക്ക് ഇതിപ്പോൾ K7 എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റ് ആയി. അപ്പോൾ ബാക്കി 3 കമ്പോണൻസ് ഏതൊക്കെയായിരിക്കും, ഈ 3 ഐസൊലേറ്റഡ് വെർട്ടീസുകളായിരിക്കും ബാക്കി 3 കമ്പോണൻസ്. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് പോസിബിൾ ഇൻ G. അപ്പോൾ ഈ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആൻഡ് k കമ്പോണൻസ് ഈസ് n - k × n - k + 1/2. നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ ഗ്രാഫ് ഉണ്ട്, അതിൽ n വെർട്ടീസും ഉണ്ട്, k കമ്പോണൻസും ഉണ്ടെങ്കിൽ അതിന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എഡ്ജസിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ
n minus k into n minus k plus 1 by 2 ആണ്. നമുക്കിപ്പോൾ n തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് വെർട്ടീസസ് is 10, k തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് കമ്പോണൻസ് is equal to 4. ഡയറക്റ്റ്ലി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 10 minus 4 into 10 minus 4 plus 2. 10 minus 4 എന്ന് പറഞ്ഞാൽ 6 ആയി, 10 minus 4 plus 1 is 7 ആയി, 6 into 7 by 2, that is 42 by 2 equal to 21. So maximum possible ആയിട്ടുള്ള നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 21 ആയിരിക്കും. ഇത് വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് K7ഉം, അതായത് ഈ കംപ്ലീറ്റ് ഗ്രാഫ് 3 ഐസൊലേറ്റഡ് വെർട്ടീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഐസൊലേറ്റഡ് വെർട്ടീസിൻ്റെ ഇടയ്ക്ക് എഡ്ജ് ഒന്നും ഉണ്ടാവില്ലല്ലോ, 3 വെർട്ടിക്സും ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എഡ്ജസ് ഏതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ K7ൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ K7ലെ എഡ്ജസിനെ കണ്ടുപിടിച്ചാലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ n വെർട്ടീസുകളും k കമ്പോണൻസും ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിൽ മാക്സിമം എത്ര എഡ്ജസ് പോസിബിൾ ആവും? n minus k into n minus k plus 1 by 2 എഡ്ജസ് പോസിബിൾ ആവും. അപ്പോൾ ഈ ഇക്വേഷനാണ് ഉപയോഗിച്ചിരിക്കുക. അല്ലെങ്കിൽ ഉള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഗ്രാഫിൽ മാത്രമേ നമുക്ക് വരുന്ന എഡ്ജസ് വരത്തുള്ളൂ, ബാക്കിയുള്ള 3 ഐസൊലേറ്റഡ് വെർട്ടീസുകളാണ്. അപ്പോൾ ഈ ഒരു K7 എന്ന് പറഞ്ഞ ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്താലും മതി. That also will be equivalent to 21. Next, consider the graph given below. Is G and Euler? ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അത് യൂളർ ഗ്രാഫ് ആണോ അല്ലയോ നോക്കണം. യൂളർ ഗ്രാഫ് ആണെങ്കിൽ റൈറ്റ് ആൻഡ് യൂളർ ലൈൻ ഫ്രം G. നമ്മുടെ ഒരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫിൽ A B C D E F 1 2 3 4 5 6 വെർട്ടീസ് ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് യൂളർ ഗ്രാഫ് ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. യൂളർ ഗ്രാഫ് ആണെങ്കിൽ നമ്മുടെ കക്ഷിയിൽ എന്താണ്, യൂളർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എല്ലാ വെർട്ടിക്സുകളുടെയും ഡിഗ്രി കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡിഗ്രി ഓഫ് എ ബി സി ഡി ഇ ആൻഡ് എഫ് ആണ് നെക്സ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിഗ്രി എയുടെ കേസിലാണെങ്കിൽ എന്തായി 2 എഡ്ജ്, ദാറ്റ് ഈസ് 2. ബിയുടെ കേസിലാണെങ്കിൽ 1 2 3 4. സിയുടെ കേസിലാണെങ്കിൽ 1 2. ഡിയുടെ കേസിലാണെങ്കിൽ 1 2. ഇയുടെ കേസിലും 1 2. എഫിൻ്റെ കേസിൽ 1 2 3 4. അപ്പോൾ അതാണ് ഡിഗ്രി എഴുതിയത്. ഈ ഡിഗ്രി സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഈവൻ ആണ്. എല്ലാ വെർട്ടിക്സുകളുടെയും ഡിഗ്രി ഈവൻ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് the graph is a Euler graph. So ഡിഗ്രി എന്താ നമുക്കറിയാം, നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് ആണ് വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ എത്ര എഡ്ജസ് വരുന്നുണ്ടോ അതിനാണ് ഡിഗ്രി എന്ന് പറയുന്നത്. എല്ലാ വെർട്ടിക്സുകളും ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്താണ് യൂളർ ഗ്രാഫ് ആണെന്ന് ഉറപ്പിക്കാം. യൂളർ ഗ്രാഫ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കണ്ടീഷനാണ് എല്ലാ വെർട്ടിക്സുകളുടെയും ഡിഗ്രി എന്തായിരിക്കണം, ഈവൻ ആയിരിക്കണം. ഈവൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണെന്ന് പറയാം, അത് യൂളർ ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും. ഇനി യൂളർ ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? We can identify a Euler line. Euler line എന്ന് പറഞ്ഞാൽ it is a closed walk containing all edges of the graph. അപ്പോൾ ഗ്രാഫിലെ എല്ലാ എഡ്ജസിനെയും കവർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വാക്ക്. ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് അവസാനിക്കണം. അപ്പോൾ ഒരു വെർട്ടെക്സിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കണം, ഗ്രാഫിലെ എല്ലാ എഡ്ജുകളെയും കവർ ചെയ്യണം. അതിനാണ് നമ്മൾ യൂളർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന യൂളർ ലൈനാണ് എഴുതിയിരിക്കുന്നത്. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ബിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് സി, സിയിൽ നിന്ന് അഗെയിൻ ബി, ദെൻ എഫ്, പിന്നെ വീണ്ടും ഡിയിലേക്ക് പോയി, പിന്നെ ഇയിലേക്ക് പോയി, എയിലേക്ക് പോയി, തിരിച്ച് വീണ്ടും ബിയിലേക്ക്. അപ്പോൾ എല്ലാ എഡ്ജുകളെയും നമ്മൾ കവർ ചെയ്തു, തുടങ്ങിയ ബിയിൽ തന്നെ തിരിച്ചെത്തും. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് വാക്ക് കണ്ടെയ്നിങ് ഓൾ എഡ്ജസ് ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ ഈ കിട്ടിയതിന് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ യൂളർ ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്, ഐസോമോർഫിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആർ ദ ടു ഗ്രാഫ്സ് ബിലോ ഐസോമോർഫിക്. അപ്പോൾ നമ്മൾ ഐസോമോർഫിക് ആണോ ചെക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് 3 ക്രൈറ്റീരിയ ആണ് നോക്കേണ്ടത്. നമ്പർ ഓഫ് വെർട്ടിസസ് നോക്കുക, നമ്പർ ഓഫ് എഡ്ജസ് നോക്കുക, പിന്നെ ഡിഗ്രി സീക്വൻസ് നോക്കുക, പിന്നെ സൈക്കിൾസ് ഫോം ചെയ്യുന്നത് ഐഡന്റിക്കലായിട്ടാണോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ G1 ഉണ്ട്, G2 ഉണ്ട്. ആദ്യം വെർട്ടെക്സ് കൗണ്ടാണ് നോക്കിയിരിക്കുന്നത്. G1ലും V2ലും വെർട്ടെക്സ് കൗണ്ട് 1 2 3 4 5 6 7 8 വെർട്ടിക്സ്. ഇവിടെ നോക്കിയാലും 1 2 3 4 5 6 7 8 വെർട്ടിക്സ്. സോ വെർട്ടെക്സ് കൗണ്ട് മാച്ച് ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എഡ്ജ് കൗണ്ട് ആണ്. എഡ്ജ് കൗണ്ട് G1ന്റെ കേസിലും G2ന്റെ കേസിലും നമുക്ക് 12 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇവിടെ പുറത്ത് എത്രയുണ്ട്, 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെയാണെങ്കിൽ ഇത് 4 എണ്ണം, ഇവിടെ 4 എണ്ണം, അപ്പോൾ 8 ആയി. പിന്നെ 9 10 11 12. എഡ്ജ് കൗണ്ടും മാച്ച് ആയിരുന്നു. സോ ദ തേർഡ് പാരാമീറ്റർ ഈസ് ഡിഗ്രി സീക്വൻസ്, that is the degree of vertices in the ascending order with repetitions as needed. അപ്പോൾ ഡിഗ്രി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി ഐഡന്റിഫൈ ചെയ്യുക. ഡിഗ്രി ഐഡന്റിഫൈ ചെയ്ത് അത് അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡിഗ്രി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറിയ വാല്യൂ ആദ്യം എഴുതുക, മുമ്പോട്ട് വലിയ വാല്യൂസ് വരിക. ഇനി അത് മാത്രമല്ല റെപ്പറ്റീഷൻസ് നമുക്ക് അലൗഡ് ആണ്. ഒരേ ഡിഗ്രിയുള്ള ഒന്നിൽ കൂടുതൽ വെർട്ടീസുകൾ ചിലപ്പോൾ ഉണ്ടാവും.
അപ്പോൾ അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും G1ന്റെ ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രിയാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത് 3 ആണ്. എയുടെ കേസിലാണെങ്കിൽ 1 2 3, ബിയുടെ കേസിലാണെങ്കിൽ 1 2 3, സിയുടെ കേസിലാണെങ്കിൽ 1 2 3, ഡിയുടെ കേസിൽ 1 2 3 എല്ലാത്തിനും. അതുപോലെ നെക്സ്റ്റ് E2 കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ നമുക്ക് എല്ലാ വെർട്ടെക്സുകളുടെയും ഡിഗ്രി കിട്ടിയിരിക്കുന്നത് 3 ആണ്. പി നോക്കുക 1 2 3, 2ന്റെ കേസിലും 1 2 3, ആറിന്റെ കേസിൽ 1 2 3, എസ് ആണെങ്കിലും 1 2 3. അപ്പോൾ ഡിഗ്രി സീക്വൻസും സെയിം ആണ്. സോ ഓൾസോ സൈക്കിൾസ് ഫോംഡ് ഇൻ G1 ആർ ഓൾസോ ഫോംഡ് ഇൻ G2. അപ്പോൾ നമ്മൾ G1ലെയും G2ലെയും സൈക്കിൾസ് നോക്കിയാൽ എല്ലാം കണക്ട് ചെയ്യുന്നത് എന്ത് തമ്മിലായിരിക്കും? ഒരേ ഡിഗ്രിയുള്ള വെർട്ടീസുകൾ തമ്മിലായിരിക്കും കണക്ട് ചെയ്യുക. എല്ലാത്തിനും ഡിഗ്രി 3 ആയതുകൊണ്ട് എങ്ങനെ കണക്ട് ചെയ്താലും നമുക്ക് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പിംഗ് കിട്ടും. അപ്പോൾ സൈക്കിൾസ് ഫോംഡ് ഇൻ G ആർ ഓൾസോ ഫോംഡ് ഇൻ G2. അപ്പോൾ നമുക്ക് 4 നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെസസറി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് ഗ്രാഫ്സ് ആർ ഐസോമോർഫ്. That's all in this question paper.